ചുരിദാർ ടോപ്പ് തയ്ച്ച് മിച്ചം വന്ന തുണി കൊണ്ട് ഒരു ബേബി ഫ്രോക്ക് തയ്ച്ചാലോ? ഈ തുണി സ്കേർട്ട് പോർഷൻ ആക്കിക്കൊണ്ട് ടോപ്പ് പോർഷൻ തയ്ക്കാൻ 1/2 മീറ്റർ തുണിയും എടുത്തിട്ടുണ്ട്. 23 ഇഞ്ചാണ് ഉടുപ്പിന് നീളമാക്കി കണക്കാക്കിയിരിക്കുന്നത്. ടോപ്പ് പോർഷൻ തയ്ക്കാൻ വേണ്ടി 9 ഇഞ്ച് നീളവും 7.5 ഇഞ്ച് വീതിയും എടുത്ത് ഇതുപോലെ മുറിച്ചു. ബോട്ടം പോർഷൻ തയ്ക്കാൻ 14 ഇഞ്ച് പ്ലസ് 3 ഇഞ്ച് എടുത്ത് വെട്ടിയിട്ടുണ്ട്. 4 മടക്കിയിട്ടിട്ടാകട്ടോ വെട്ടിയത്. ലൈനിങ്ങിന് വേണ്ടി വെട്ടുതുണികൾക്കിടയിൽ നിന്ന് ഒരു പീസ് തുണി കിട്ടിയിട്ടുണ്ട്. ഇത് കൂട്ടി യോജിപ്പിച്ച് ആവശ്യത്തിന് മുറിച്ചെടുക്കാം. ലൈനിങ്ങിന് നമ്മുടെ തുണിയുടെ അത്ര നീളവും വീതിയും എടുക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് മുറിക്കാം. ഇനി ടോപ്പ് പോർഷനും ഇതുപോലെ തന്നെ നമുക്ക് ലൈനിങ് മുറിച്ചെടുക്കാം. ഇനി ടോപ്പ് പോർഷനിൽ 7.5 ഇഞ്ചിൽ നമുക്ക് ഷോൾഡറിന് വേണ്ടി 4 ഇഞ്ച് മാർക്ക് ചെയ്ത് സ്ലീവിൻ്റെ ഡെപ്ത് 4.5 ഇഞ്ച് ആക്കി മുറിച്ചെടുത്തു. സ്ലീവ്സ് മുറിച്ചു. ശേഷം നമുക്ക് ഫ്രണ്ട് പോർഷൻ മാത്രം എടുത്തിട്ട് നെക്ക് കട്ട് ചെയ്യാം. ഒരു പീറ്റർ പാൻ കോളർ പോലെ കൊടുക്കുവാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, പക്ഷെ നെക്ക് കുറച്ച് ഡീപ്പായിട്ട് മുറിക്കുവാണ്. നെക്കിൻ്റെ വിഡ്ത്ത് 2 ഇഞ്ചും ഡെപ്ത്ത് 3 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. നെക്കിന് കട്ട് ചെയ്ത പീസ് കോളർ തയ്ക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്ന ഈ തുണിയിൽ വെച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. വിഡ്ത്തായിട്ട് 2 ഇഞ്ചാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൻ്റെ നടുഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്ക് ഈ തുണിയുടെ നല്ല വശം അകത്താക്കിക്കൊണ്ട് ഈ 2 വശങ്ങളിലും ലൈനിങ്ങും കൂടെ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്റ്റിച്ച് ചെയ്തതിൻ്റെ വെളിയിലായി ഇതേപോലെ കട്ട്സ് കൊടുക്കുക. ഇനി കോർണർ കൂടെ മുറിച്ച് മാറ്റുക. ഇനി ഇത് മറിച്ചിട്ട് നെക്കിൽ വെച്ച് നോക്കാം. കോളർ ഭാഗം നന്നായിട്ട് തേച്ചെടുത്തിട്ട് നല്ല തുണിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ശേഷം ലൈനിങ് മുകളിലേക്ക് വെച്ച് അതേ സ്റ്റിച്ചിലൂടെ ഒന്നുകൂടെ അടിക്കാം. ഇനി മറിച്ചിടുന്നതിന് മുമ്പ് ചെറിയ കട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കോളറിൻ്റെ അടിയിലൂടെ നല്ല തുണിയും ലൈനിങ്ങും ചേർത്ത് ഒന്ന് അടിക്കാം. പിൻഭാഗത്ത് ഒരു ഓപ്പൺ വയ്ക്കാൻ വേണ്ടി ഡെപ്ത് 1.5 ഇഞ്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. താഴേക്കൊരു 3 ഇഞ്ച് കട്ട് ചെയ്തിട്ടുണ്ട്. തയ്ച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വന്നു. ഇനി ഷോൾഡർ കൂട്ടിയടിക്കാം. ഷോൾഡറിലെ അടിപ്പ് കാണാതിരിക്കാനായിട്ട് പിൻഭാഗത്തിൻ്റെ ലൈനിങ് മറിച്ചിട്ട് ഇങ്ങനെ അടിക്കുവാണെങ്കിൽ നൂലൊന്നും വലിയാതെ ഷോൾഡർ വൃത്തിയായിട്ട് ഇരിക്കും. ഇനി സ്കേർട്ട് പോർഷനിൽ പ്ലീറ്റ്സ് വെച്ച് ഈ ഒരു മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ട് തുണിയിൽ 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ അടയാളം വെച്ച് ഈസി ആയിട്ട് ഇതേപോലെ നമുക്ക് പ്ലീറ്റ്സ് ഇടാനായിട്ട് പറ്റും. പ്ലീറ്റ്സ് ഇട്ട വശത്ത് തേടുള്ള ഭാഗമാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ലോക്ക് ചെയ്യാതെ തന്നെ തയ്ക്കാൻ സാധിക്കും. ഇനി ഒരു പ്ലീറ്റഡ് സ്ലീവ് ആണ് വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1.5 ഇഞ്ച് വീതിയിൽ 2 തുണിയിൽ നിന്നും, പ്ലെയിൻ തുണിയിൽ നിന്നും പ്രിൻ്റഡ് തുണിയിൽ നിന്നുമായി 4 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് സാധാരണ പോലെ ചുരുക്കിയിട്ട് ഷോൾഡറിൽ തയ്ച്ച് ചേർക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി സ്കേർട്ട് പോർഷനും ടോപ്പ് പോർഷനും കൂടെ കൂട്ടി യോജിപ്പിക്കാം. പ്ലീറ്റ് സ്റ്റിച്ച് ചെയ്ത അതേ ലൈനിൽ കൂടി തന്നെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ശേഷം നമുക്ക് സിക്സാക്ക് പാറ്റേണിലിട്ട് സ്റ്റിച്ച് ലെങ്ത് 1 ആക്കി ലോക്ക് ചെയ്ത് എടുക്കാം. ഇനി നമുക്ക് 2 വശങ്ങളും കൂടി കൂട്ടി യോജിപ്പിച്ച ശേഷം അടിവശം മടക്കി അടിച്ചാൽ കുട്ടി ഉടുപ്പ് അടിപൊളിയായിട്ട് റെഡിയാവും. അടിവശം വീതിയിൽ മടക്കി അടിച്ചാൽ കുട്ടി ഉടുപ്പിനൊരു പ്രത്യേക ഭംഗിയും ഉണ്ടാവും. ഇതാണ് ഫൈനൽ ലുക്ക്. ഉടുപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്ച്ചു തുടങ്ങിക്കോളൂ.